എൻ്റെ പൊന്നും മക്കളൊരു അടിപൊളി വാഴ കേൾപ്പിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളേ, ഇതൊന്നുമല്ല, താളത്തിൽ ഞങ്ങളുടെ അബ്ദുറഹ്മാൻ TG മോഹൻദാസ് സാറിൻ്റെ ഉഗ്രം വാഴ താളത്തിൽ കേട്ടു. ഷർട്ട് ഇട്ടുകൊണ്ട് വരുന്ന പെണ്ണുങ്ങൾ, പെൺകുട്ടികളാ, 18 വയസ്സ് 15 വയസ്സൊക്കെയുള്ള പെൺകുട്ടികൾ. ഷർട്ടിന്റെ ബട്ടൺസ് ഇടുകയില്ല, അകത്ത് ടീഷർട്ട് പോലെ. വിഷയം മനസ്സിലാക്കണം. വിഷയം ഇതാണ്, നരകത്തിലെ നാരികൾ. ഇവന്റെ കോമഡി കണ്ട പൊങ്കാലായിട്ട് അടിച്ചു കൊല്ലാൻ തോന്നുന്നു. നരകത്തിലെ നാരികൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള പ്രഭാഷണം. അപ്പോൾ ബാക്കി പറ. എല്ലാ പെൺകുട്ടികളുടെയും ടീഷർട്ട് ലോക്കറ്റാണ്. കാണേണ്ടത് കാണേണ്ട രീതിയിൽ കാണിച്ചു. ഇതിനൊക്കെ വീടും കുടിയും തന്തയും തള്ളയൊന്നുമില്ല. വന്ന് തീരെ കൾച്ചർ ഇല്ലാതായി. ബ്ലഡി കൺട്രി പീപ്പിൾ. ഒരു തൊപ്പിയും താടിയും കൂടെ വേണമായിരുന്നല്ലേ? കുഴപ്പമില്ല. ഇവരുടെയൊക്കെ റീൽ എടുക്കുന്നത് ക്യാമറ എപ്പോഴും മോളിൽ നിന്നാണ്, നെഞ്ചത്താണ് ക്യാമറ എപ്പോഴും. കേട്ടല്ലോ അല്ലേ? ഞാൻ വിചാരിച്ചു നല്ലൊരു പെൺകുട്ടിയാണ്. ഉഗ്രം വാഴുന്നില്ല. ഈ അടുത്ത കാലത്ത് ഇങ്ങനത്തെ ഒരു വാഴ കിട്ടുന്നുണ്ട്. ഏതൊരു സ്ത്രീയും ഒരല്പം ലജ്ജാവതിയായി പോയി. അവിടെ ഔറത്ത് മറക്കാൻ അവൾ സന്നദ്ധമായി പോകും. മുസല്ലയിൽ ഇഅ്തികാഫ് ഇരുന്ന് സദാസമയം ആരാധന നിരതയായി പോകും. അങ്ങനത്തെ ഉഗ്രം വാഴുന്നു. ഈ കാലം അത്ര ഇതൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടത് നമ്മൾ 6-ാം നൂറ്റാണ്ട് വരെ. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? TG സാർ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ, ഞങ്ങൾ ഞങ്ങളുടെ സ്ത്രീകളോട് നിങ്ങൾ മാന്യമായ വസ്ത്രം ധരിക്കണം, എല്ലാ ഭാഗങ്ങളും മറച്ചിരിക്കണം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ നമ്മൾ 6-ാം നൂറ്റാണ്ടുകാരാണ്. ഇസ്ലാമിലെ സ്ത്രീകളൊക്കെ അസ്വാതന്ത്ര്യം അനുഭവിക്കുന്നവർ. ചോദ്യം ചോദിക്കുന്നവരെ നിശബ്ദരാക്കുന്ന രാഷ്ട്രീയം, വിരൽ ചൂണ്ടുന്നവരെ വിലങ്ങണിയിക്കുന്ന രാഷ്ട്രീയം. ബാക്കിയുള്ളവരൊക്കെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവർ. ഒരു സ്ത്രീ മുസ്ലിമായി കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും വലിയ ദുരിതം എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള വസ്ത്രം. ഇപ്പൊ ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചത് ഇച്ച് കാണിച്ചോട്ടെ, അവള് കണ്ടോട്ടെ. നിങ്ങൾ പറയുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ, അങ്ങോട്ട് നമ്മൾ നോക്കാതിരുന്നാൽ മതി. ഒരു പെണ്ണിന് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, നമ്മളങ്ങോട്ട് നോക്കാൻ. അപ്പോൾ നമ്മൾ ഈ വയസ്സാങ്കാലത്ത് പെൺപിള്ളേരുടെ മോളിൽ ക്യാമറ വെച്ചതും ക്ലീവേജും ഒക്കെ എത്തി നോക്കിയിട്ട് അത് ഇവിടെ വന്ന് പറയുന്നത്. സിദ്ധനാ, മഹാസിദ്ധൻ. 70 വയസ്സുണ്ട് ഇപ്പോഴും. ഒന്നും പറയുന്നില്ല, പ്രായത്തിന് മൂത്തയായി പോയി. അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? തണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാവും. വല്ലാത്ത ഇന്ത്യഷാർ തന്നെ കേട്ടാ. എന്നാലും കൊള്ളാമല്ലോ. പെൺപിള്ളേർ ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചോട്ടെന്നല്ലേ പറയുന്നത്. ഇഷ്ടമുള്ളത് കാണിച്ചു നടക്കട്ടെ, നിങ്ങൾക്ക് എന്താ പ്രശ്നം? കാണേണ്ടത് കാണേണ്ട രീതിയിൽ കാണിച്ചു. ഇതിനൊക്കെ വീടും കുടിയും തന്തയും തള്ളയൊന്നുമില്ല. നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. അങ്ങനെ നമ്മുടെ നാട്ടിൽ ഹിജാബ് വിവാദവും വന്നു. ഇത് വിവാദമൊന്നും അല്ല കേട്ടോ. ഓക്കേ സാർ, താങ്ക് യു. ഈ സാധനത്തിന്റെ പേര് ഇംഗ്ലീഷിൽ ഇസ്ലാമിക് മസിൽ ഫ്ലെക്സിംഗ് എന്ന് പറയും. അത് കൊള്ളാം. ഇസ്ലാമിന്റെ മസിൽ പടപ്പിക്കൽ, അത്രേ ഉള്ളൂ. അതിന്റെ കാരണം അവര് 30% കൂടുതൽ കേരളത്തിൽ ആയി കഴിഞ്ഞു എന്നുള്ളതാണ്. അല്ല, അളിയ നല്ല ഫോമിലായല്ലോ. അപ്പൊ അതാണ് കാര്യം. അപ്പൊ നമ്മുടെ പണ്ഡിതൻ സംഘപണ്ഡിതൻ പറയുന്നത് എന്താ വെച്ചാൽ, ഇസ്ലാം കേരളത്തിൽ 30% മേലായി. അതുകൊണ്ട് ഇസ്ലാം മതം, അതായത് നമ്മുടെ മസിൽ പെരുപ്പിച്ച് കാണിക്കുകയാണ്. അതായത് ഞങ്ങൾ അത്രക്കായിട്ടോ, ഞങ്ങളോട് കളിച്ചാൽ അങ്ങനെയൊക്കെ ഉണ്ടാവും, ഹിന്ദുക്കളെ ഒന്ന് അടങ്ങിയിരുന്ന, ഉണർന്നിട്ടില്ലെങ്കിൽ നിന്നൊക്കെ ഞങ്ങൾ അടിച്ച് കൊല്ലും എന്നാണ് നമ്മുടെ ഈ വിഷം ചീറ്റിയായിട്ടുള്ള ഈ പണ്ഡിതൻ പറഞ്ഞത്. എന്തെങ്കിലുമൊക്കെ എല്ലാ ദിവസവും ഇട്ട് കൊടുക്കണം. എല്ലാ ദിവസവും ഈ സംഖ്യക്ക് ഇങ്ങനെ വിഷം ഇട്ട് കൊടുത്ത്, നമ്മുടെ വിശകലനെ പോലെ ഇട്ട് കൊടുത്ത് എങ്ങനെയെങ്കിലും പരസ്പരം അടുപ്പിക്കുക. ഹിജാബിന്റെ വിഷയം എന്താണെന്നുള്ളത് പണ്ഡിതൻ വളരെ താത്വികമായിട്ട് അവലോകനം പറയുന്നുണ്ട്. അവിടെയാണ് ഏറ്റവും കോമഡി. കേക്ക് നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു 20 വർഷം മുമ്പ് ഈ ഹിജാബ് പ്രശ്നം നാട്ടിലുണ്ടായിരുന്നോ? ഇപ്പൊ അവർ പറയുന്നു മതപരമായ ഐഡന്റിറ്റിയാണ്, തേങ്ങയാണ്. ധിക്കാരം പഴയതുപോലെ തന്നെ, ഒരു കുറവില്ല. ഹിജാബേ ഉണ്ടായിരുന്നില്ല കേരളത്തിൽ. തട്ടം കാച്ചി മുണ്ട് ഇത് മുസ്ലിം സ്ത്രീകൾ ധരിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അയ്യടാ, എന്റെ പൊന്നുമോൻ പറഞ്ഞു, അച്ഛന്റെ ചെവിയും തുറന്നു വെച്ച് കാത്തിരിക്കുക കേക്കാൻ. എന്റെ ചെറുപ്പത്തിൽ നിങ്ങൾ പഴയ മലയാളം സിനിമയിലെ
ജയഭാരതി, ഷീല ഇവരൊക്കെ മുസ്ലിം ക്യാരക്ടർ ചെയ്യുമ്പോൾ ധരിക്കുന്ന വസ്ത്രം ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു പ്രയോജനവും ഇല്ലാതെ ഇതിന്റെയൊക്കെ പുറകെ നടക്കാൻ എനിക്ക് എന്താ വട്ട? നമുക്ക് എന്തെങ്കിലും ഒക്കണ്ട്. ആ തലയിലിടുന്ന ഒരു തുണി, അതിനെയാണ് തട്ടം എന്ന് വിളിക്കുന്നത്. അത് മുടി മുഴുവൻ മറക്കിയൊന്നുമില്ല, നെറ്റിയിൽ നിന്ന് പുറകോട്ടിടും. പറഞ്ഞ വിശ്വസിക്കോ? ഇല്ല. ചെവിയുടെ അവിടെ സ്ലൈഡ് കുത്തി അത് ഫിറ്റ് ചെയ്യും. എന്റെ വീട്ടിൽ സ്ഥിരം ഒരു ഉമ്മ വന്നുകൊണ്ടിരുന്നു ഈ വേഷത്തിൽ. അപ്പൊ അതാണല്ലേ ടി ജി കാര്യം. ടി ജി പണ്ട് ഈ പറഞ്ഞ ജയഭാരതി, ഷീല ഇവരൊക്കെ ഈ പറഞ്ഞ തല മറയ്ക്കാറുണ്ടല്ലേ? അത് കാച്ചിയിലും അല്ലെങ്കിൽ കാച്ചിയോ അല്ലെങ്കിൽ തട്ടോ എന്തെങ്കിലുമൊക്കെ ഒരു തല മറയ്ക്കുന്നുണ്ട്, പക്ഷെ മൊത്തം ഒന്നും മറയ്ക്കാറില്ല. എന്റെ പൊന്നു ടി ജി, ഈ പറഞ്ഞ ജയഭാരതിയും ഷീലയും ഒക്കെ പണ്ട് ബ്ലൗസ് ഇത്രയും കാണിച്ച് നടക്കാറുണ്ട്. അത് വിചാരിച്ചപ്പോ ടിജിന്റെ മോളെ കൊണ്ട് അങ്ങനെ നടക്കാൻ പറയോ? ഇനി ഒരു അറ്റാക്ക് കൂടി വന്നാൽ ഞാൻ തട്ടിപ്പോകുന്നു. മോളെ, പണ്ട് ജയഭാരതിയും ഷീലയും ഇവരൊക്കെ ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്. നിങ്ങൾ എന്തിനാ ഈ ഷോൾ ഇടുന്നത്? ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയുള്ള നമ്മള് ടി ജി പറയാം, ടീജിന്റെ പെമ്മക്കളുണ്ട്, പെമ്മക്കള് മക്കളോടൊക്കെ പറയണം. ടി ജി ഇതൊക്കെ കുറച്ച് കാണിച്ച് നടക്ക്, വയറൊക്കെ കണ്ട് കണ്ടോട്ടെ. പണ്ട് ഹിന്ദു സ്ത്രീകൾ വെറും ഈ പറഞ്ഞ ഒരു തുണിയും അതിന്റെ മേലെ ബ്ലൗസും മാത്രമേ ഇടാറുണ്ടായിരുന്നുള്ളൂ. അങ്ങനെയൊക്കെ നടക്ക്, എന്റെ മക്കളെ വിടൂ ടി ജി. പണ്ട് അങ്ങനെ നടന്നിരുന്നെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണോ ടി ജി? അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ ഇത് പോട്ടെ. ടി ജി പണ്ട് ഈ പറഞ്ഞ പോലെ ഈ RSSന്റെ കുറുവടി ശാഖയിൽ പോയിരുന്നപ്പോ ടി ജി ട്രൗസർ അല്ലേ ഇട്ടിരുന്നത്? ടി ജി ആ ടി ജി എന്തേ പിന്നെ ഇങ്ങനെ പാന്റ് ആക്കിയത്? ഈ ടീച്ചിന്റെ അച്ഛനും അപ്പനും ഒക്കെ ഈ പറഞ്ഞ RSS ആണെങ്കിൽ തന്നെ ഈ പറഞ്ഞ ട്രൗസറും വള്ളി ട്രൗസറും കളസും ഒക്കെ ഇട്ടിട്ടല്ലേ പോയത്. പിന്നെ എന്തിനാ നമ്മളത് ട്രൗസർ കട്ട് ചെയ്തിട്ട് പാന്റിലോട്ട് ആക്കിയത്? അന്നത് എന്തിനെടുത്ത്? അപ്പൊ അവിടെ എന്തോ ഒരു കാര്യമുണ്ട് അല്ലേ? പണ്ട് ഇനിയിപ്പോ ടീച്ചിന്റെ അമ്മ അല്ല അമ്മയുടെ അമ്മ ഒക്കെ പണ്ട് ഇപ്പൊ എന്റെ ഒക്കെ കുട്ടികൾ ടീച്ചിന്റെ മാത്രമാക്കണ്ട, നമ്മളൊക്കെ ചിലപ്പോൾ ഒരു 2 തലമുറ ബാക്കോട്ട് പോയി കഴിഞ്ഞാല് ബ്ലൗസ് പോലും ഇടാൻ പറ്റാത്ത അവസ്ഥയിൽ മാറ് കാണിച്ച് നടക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നില്ല ടി ജി ഇല്ലേ? എന്നിട്ട് ഇപ്പൊ നമ്മൾ പണ്ടൊക്കെ നമ്മുടെ ഇവരൊക്കെ കൂട്ടക്കാർ ഇങ്ങനെ നടന്നു, നിങ്ങളിപ്പം ഇപ്രാവശ്യം ബ്ലൗസ് ഒന്നും ഇടണ്ട അല്ലെങ്കിൽ ഇതൊന്നും ഇടാണ്ട് അങ്ങ് നടന്നോ എന്ന് പറയാൻ പറ്റുമോ ടി ജി? എന്നെ ആപ്പിലാക്കാതെ അനന്തൻ എത്രയും പെട്ടെന്ന് ഒന്ന് സ്ഥലം വിടണം. പറ്റുമോ പറ? പണ്ട് നമ്മൾ വെറുതെ ഒരു നേരിയതും വെറുതെ ബ്ലൗസും ഇതൊക്കെ തന്നെയല്ലേ ഇട്ടിരുന്നത്. 50കളിലും 60കളിലും അതല്ലെങ്കിൽ അതിന്റെ മുമ്പ് സ്വാതന്ത്ര്യത്തിന്റെ മുമ്പൊന്നും അല്ലല്ലോ ജീവിക്കുന്നത്. അപ്പൊ അതിന് മാറുന്നതനുസരിച്ച് എല്ലാം മാറും ടി ജി. അതൊന്നും ചുമ്മാ പറഞ്ഞതായിരുന്നില്ല. ഇങ്ങനെ ഒരു കേസ് ഇടുത്തി പോലെ തലേ വന്ന് വീഴുന്ന ആരെങ്കിലും വിചാരിച്ചോ? പണ്ട് തട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇപ്പൊ ഒരു ഈ പറഞ്ഞ പോലെ ഹിജാബ് ആക്കിയിട്ടായിരിക്കും ഇടുന്നത്. പണ്ട് ടീജിന്റെ അമ്മയുടെ അമ്മയൊക്കെ ബ്ലൗസും വെറുതെ ഒരു എന്താ നേരിയതും മാത്രം എടുത്ത് വയറും കാണിച്ച് അല്ലെങ്കിൽ മാറും കാണിച്ച് നടന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് പറയാൻ പറ്റൂല. അത് മാറി, കാലഘട്ടം മാറി. ഇങ്ങനെ കണ്ണിച്ചോരയില്ലാത്ത വർത്താനം പറയാൻ ഞാൻ എന്ത് തെറ്റ് രാമേട്ടാ? ടീജി കാലഘട്ടം മാറി. ഇപ്പോഴും നമ്മൾ ഇതുമ്പോ പിടിച്ചു നിൽക്കാൻ പറ്റുമോ? എന്ത് വർത്താനൊക്കെ ഈ പറയുന്നത്? ഇങ്ങനെയാണോ ഒരാളോട് സംസാരിക്കേണ്ടത്? മനുഷ്യൻ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ഗുണം എന്താ അറിയോ? അന്തസ്. അത് നിങ്ങൾക്കില്ല. ഇനി ഒരു മുസൽമാനാണെങ്കിൽ അയാൾക്ക് പറയാം ഇസ്ലാമിൻ്റെ അകത്ത് ഇസ്ലാമിൻ്റെ തിയറി എന്ന് പറഞ്ഞാൽ അങ്ങനെ പെണ്ണുങ്ങൾ തല മറക്കണം, അവരുടെ ശരീരം മുഴുവൻ മറക്കണം എന്നാണ് അല്ലേ? അല്ലെങ്കിൽ എന്താ അത് തെറ്റാണെന്ന് പറയും. ഞങ്ങൾ പറയാറുണ്ട് നന്മ ചെയ്താൽ സ്വർഗം കിട്ടും, തിന്മ ചെയ്താൽ നരകമാണെന്നുള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നരകാവകാശികളായി പോകുന്നത് ഞങ്ങൾ ഭയപ്പെടുത്താറുണ്ട്. അങ്ങനെയല്ല പറയാം, ഭയപ്പെടുത്താറുണ്ട്. നിങ്ങൾ എന്ത് പറഞ്ഞ് ഇവരെ വിലക്കും? നിന്റെ കാര്യത്തിൽ തീരുമാനം ഇത്തിരി മനുഷ്യത്വം കാണിക്കണം സാർ. മനുഷ്യത്വമാണ് ഞാനിപ്പോ കാണിക്കുന്നത്.